കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിൽ 13-ാം അധ്യായമാണ് ഇനി കേൾക്കാനുള്ളത്. ഈ അധ്യായത്തിൽ വരാഹ അവതാര കഥയാണ് പറയുന്നത്. പതിനെട്ടാം ശ്ലോകത്തിലാണ് ഈ അധ്യായത്തിൽ വരാഹ പ്രാദുർഭാവത്തെ വർണ്ണിക്കുന്ന ശ്ലോകം. മൈത്രേയ മഹർഷിയുടെ പുണ്യവർദ്ധകങ്ങളായ വാക്കുകൾ കേട്ടതിനാൽ ഭഗവത് കഥകളിൽ വളരെയധികം ആദരവ് വർദ്ധിച്ചതായ വിതുരൻ ചോദിക്കുന്നു, ബ്രഹ്മദേവന്റെ പുത്രനും ചക്രവർത്തിയുമായ സ്വയംഭുവ മനു പ്രിയ പത്നിയെ ലഭിച്ചതിന് ശേഷം എന്തെല്ലാമാണ് ചെയ്തത്? ഇന്നലെ നമ്മൾ കണ്ടു, സ്വയംഭുവ മനു ശതരൂപാദേവിയെ പത്നിയായി സ്വീകരിച്ചു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടാകുന്നു. അവർ വിവാഹം കഴിക്കുന്നു. അതാണ് ലോകത്തെ ആദ്യത്തെ ഭാര്യാഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ആദ്യത്തെ മാതാപിതാക്കളായി മാറാൻ പോകുന്ന ആളുകൾ. അപ്പോൾ അവർ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ സ്വയംഭുവ മനുവിന് ശതരൂപാദേവിയെ പത്നിയായി ലഭിച്ചു. പിന്നീട് അവരെന്തെല്ലാമാണ് ചെയ്തത്? ആദി രാജാവും രാജർഷിയുമായിട്ടുള്ള അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചവനാണല്ലോ. ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തെ വിസ്തരിച്ചു പറഞ്ഞു തന്നാലും, മുക്തിപ്രദനായ ഭഗവാന്റെ പാദകമലത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഗുണങ്ങൾ കേൾക്കലാണ് വളരെ കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ട ഫലം എന്നാണല്ലോ വിദ്വാൻമാരുടെ അഭിപ്രായം എന്ന് ഇവിടെ വിതുരൻ പറയുകയാണ്. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിടി ഈഡിതോർത്ഥഃ യത്തൽ ഗുണാനുശ്രവണം മുകുന്ദ പാദാരവിന്ദം ഹൃദയേഷുരത്യേഷാം. ആ ഭഗവാന്റെ കഥകൾ കേൾക്കുക. കാരണം ഭഗവാന്റെ കഥകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമാകും. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടും ബാക്കി കൊണ്ടുമൊക്കെ സാധിക്കേണ്ടതായിട്ടുള്ള പരമപ്രയോജനം എന്നുള്ളത് ഭാഗവതത്തിൽ ആദ്യത്തെ പറഞ്ഞു, അവസാനത്തിൽ ഈശ്വര സ്മരണ നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിരന്തരം ഈശ്വര കഥകൾ കേൾക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഒപ്പം നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ വിചാരം ശുദ്ധമാവണം. വിചാരം ശുദ്ധമാകണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവാനുള്ള വഴിയാണ് ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇവയൊക്കെ മുടങ്ങാതെ ദിവസവും ചെയ്യേണ്ടതാണ്. അതാണ് ഭാഗവതത്തിൻ്റെ താല്പര്യം. അപ്പം അങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടു. ശ്രീകൃഷ്ണന്റെ പാദസേവകനും വിനയാന്വിതനും ഭഗവത് കഥകൾ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ രോമാഞ്ചകഞ്ചുകിതനുമായ വിതുരൻ്റെ ആ അപേക്ഷയെ മാനിച്ച് മൈത്രേയ മുനി പറയാൻ തുടങ്ങി. ഭാര്യയായിട്ടുള്ള ശതരൂപയോടുകൂടി ജനിച്ച സ്വയംഭുവമനു തൊഴുതുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, അവിടുന്നാണ് എല്ലാവർക്കും ജന്മം നൽകുന്ന പിതാവ്. ത്വമേക സർവഭൂതാനാം ജന്മകൃത് വൃത്തിതഃ പിതാ അഥാപിന പ്രജാനാം തേ ശുശ്രൂഷ കേനവാ ഭവേത്. അപ്പം അങ്ങാണ് എല്ലാവർക്കും ജന്മം നൽകുന്ന പിതാവ്, എല്ലാവർക്കും ഉപജീവനത്തെ നൽകുന്നവനും അങ്ങ് തന്നെയാണ്. അങ്ങയുടെ സന്തതികളായ ഞങ്ങൾ എന്ത് സേവനം ചെയ്തുകൊണ്ടാണ് അങ്ങയെ പരിചരിക്കേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നർത്ഥം. എൻ്റെ കഴിവനുസരിച്ച് എന്ത് ചെയ്താലാണ് ഈ ലോകത്തിൽ കീർത്തിയും പരലോകത്തിൽ സദ്ഗതിയും ഉണ്ടാവുക? അത് പറഞ്ഞു തന്നാലും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളുടെയൊക്കെ പ്രവൃത്തികൾ അങ്ങനെയായിരിക്കണം. ഈ ലോകത്ത് നമുക്ക് നല്ല പേരുണ്ടാവണം, സത്കീർത്തി. അതുപോലെ തന്നെ
ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞാൽ മരണാനന്തരം നമുക്ക് സദ്ഗതി ഉണ്ടാവുകയും വേണം. ആ തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കണം മനുഷ്യൻ ചെയ്യേണ്ടത്. അത് ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലാണ് അങ്ങനെ ഉണ്ടാവുക, അതങ്ങ് പറഞ്ഞു തരണം എന്ന് തദ്വിധേഹി, അതിനെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയണം. ചോദ്യം കേട്ട് ബ്രഹ്മാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, മകനെ, നിനക്ക് മംഗളുണ്ടാവട്ടെ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, അച്ഛനമ്മമാരോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന, അച്ഛനമ്മമാരോട് അഭിപ്രായം ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ സ്വയംഭുവ മനു പിതാവായിട്ടുള്ള ബ്രഹ്മദേവനോട് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടു കൂടി പറയുന്നു, നിനക്ക് മംഗളമുണ്ടാകട്ടെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നിന്നോട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. നിഷ്കപടമായിട്ടുള്ള ഹൃദയത്തോടുകൂടി എന്നോട് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞ് നീ സ്വയം എനിക്ക് സമർപ്പിച്ചില്ലേ? അങ്ങ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കൂ, ആജ്ഞാപിക്കൂ എന്ന് പറഞ്ഞുവല്ലോ. അത് സ്വയം നീ എന്നോട് സമർപ്പിക്കുകയാണ് ചെയ്തത്. പ്രമാദവും മത്സരവും ഇല്ലാത്തവരായി അച്ഛൻ്റെ കൽപ്പനയെ അനുഷ്ഠിക്കുക എന്നതാണ് പുത്രന്മാർ അച്ഛന് ചെയ്യേണ്ടതായിട്ടുള്ള സേവനം. അച്ഛൻ പറഞ്ഞത് അനുസരിക്കുക. ഏതാവത്യാത്മജൈർ വീര കാര്യാഹ്യപചിതിർ ഗുരൗ ശക്തിയാ പ്രമത്തൈർഗൃഹ്യത സാദരം ഗതമത്സരൈഹി. അതാണ് പറയണത്. പ്രമാദവും മത്സരവും ഇല്ലാത്തവരായിട്ട്, പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുക, മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് വേണ്ടതോ വേണ്ടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും ഇല്ലാതെ അച്ഛൻ പറയുന്ന നല്ല കാര്യങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് മക്കൾ അച്ഛന് ചെയ്യേണ്ടതായിട്ടുള്ള സേവനം. നീ പത്നിയായിട്ടുള്ള ഈ ശതരൂപയിൽ യോഗ്യരായിട്ടുള്ള പുത്രന്മാരെ ജനിപ്പിച്ച് ധർമ്മനിഷ്ഠയോടെ പരിപാലനം ചെയ്യൂ. യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കൂ. പ്രജാപരിപാലനം കൊണ്ട് എനിക്ക് പ്രീതിയുണ്ടാവും. പ്രജകളെ ധാർമ്മികനായി രക്ഷിക്കുന്ന നിന്നോട് ഭഗവാൻ സന്തോഷിക്കുകയും ചെയ്യും. യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നില്ല എങ്കിൽ അവരുടെ എല്ലാ പരിശ്രമങ്ങളും നിഷ്പ്രയോജനങ്ങളാണ്. ആത്മസ്വരൂപനാണല്ലോ ഭഗവാൻ. ഭഗവാനെ അനാദരിക്കുന്നത് അവനവനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ് ഇവിടെ സ്വയംഭുവ മനുവിന് ബ്രഹ്മദേവൻ കൊടുക്കുന്നത്. സന്താനങ്ങളെ ജനിപ്പിച്ച് ധർമ്മനിഷ്ഠയോടുകൂടിയിട്ട് പ്രജകളെ പാലനം ചെയ്യൂ. ഒപ്പം യജ്ഞങ്ങളെ കൊണ്ട് ഈശ്വരനെ ആരാധിക്കൂ. പ്രജകളെ ധാർമ്മികനാക്കി രക്ഷിക്കുന്നത് നിന്നോട് ഭഗവാൻ സന്തോഷിക്കും. യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാ പരിശ്രമങ്ങളും നിഷ്പ്രയോജനങ്ങളാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും ഈശ്വരൻ സന്തോഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെയൊക്കെ പ്രവൃത്തി. അല്ല എന്നുണ്ടെങ്കിലോ അതെല്ലാം വ്യർത്ഥങ്ങളായി തീരും എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രഹ്മദേവൻ്റെ ഈ നിർദ്ദേശം കേട്ട സമയത്ത് മനു പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചത് ഞാൻ അനുഷ്ഠിച്ചോളാം. ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന പ്രജകളും എവിടെയാണ് താമസിക്കേണ്ടത് അത് അങ്ങ് അരുളി ചെയ്യണം. എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമി എന്നുള്ളത് വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രയത്നിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബ്രഹ്മദേവനും ശ്രദ്ധിക്കുന്നത്, ഭൂമി വെള്ളത്തിൽ താഴ്ന്നുപോയിരിക്കുന്നു. അങ്ങനെ വെള്ളത്തിൽ താഴ്ന്നുപോയതായി കണ്ട ബ്രഹ്മാവ് ഇതിനെങ്ങനെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്ന് വളരെ നേരം ചിന്താമഗ്നനായിട്ട് ഇരുന്നു. കാരണം അദ്ദേഹം സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായതുകൊണ്ട് ഭൂമിയെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ചിന്താമഗ്നനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കെ ഭൂമി രസാതല ലോകം വരെ താഴ്ന്നുപോയല്ലോ. ഭഗവാനാൽ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ ഞാൻ ജനിച്ചത്. ആ ഭഗവാൻ തന്നെ വേണം ഇതിനെന്തെങ്കിലും വഴിയുണ്ടാവാൻ. ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന്
ബ്രഹ്മദേവൻ ഗാഠമായിട്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മദേവൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് വളരെ ചെറിയ രൂപത്തിൽ ഒരു വരാഹക്കുട്ടി പുറത്തേക്ക് വന്നു. ഒരു ചെറിയ രൂപത്തിൽ ഒരു വരാഹം പുറത്തേക്ക് വരികയാണ്. അതാണ് ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഘ വരാഹതോഗോ നിരകാത് അങ്കുഷ്ഠപരിമാണക. ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഒരു വരാഹരൂപം പുറത്തേക്ക് വരികയാണ്. ബ്രഹ്മാവ് അതിനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കെ ആ ചെറിയ വരാഹക്കുട്ടി ഒരു ആനയെപ്പോലെയും അടുത്ത നിമിഷത്തിൽ ഒരു വലിയ പർവ്വതം പോലെ അങ്ങ് വലുതാവുകയാണ് ചെയ്യുന്നത്. തസ്യാഭിപശ്യതഖസ്ത ക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃദ്ധേ തത് അദ്ഭുതമഭൂന്മഹത്. ഒരു ആനയെപ്പോലെ അതങ്ങ് വലുതായി. ആനയെപ്പോലെ വലുതായി എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതൊരു പർവ്വതത്തിൻ്റെ അത്രയും അങ്ങ് വലിയ രൂപം സ്വീകരിക്കുകയാണ്. മരീചി തുടങ്ങിയ ഋഷിമാരൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ സ്വയംഭുവ മനുവിനോട് കൂടിയിട്ട് ബ്രഹ്മദേവൻ ആ വരാഹത്തെ കണ്ടിട്ട് എല്ലാവരും കൂടി ആലോചിക്കുകയാണ്. വരാഹ വ്യാജേന എൻ്റെ മൂക്കിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള ഈ അത്ഭുത സത്വം എന്തായിരിക്കും വാസ്തവത്തിൽ? ആദ്യത്തിലൊരു പെരുവിരലിൻ്റെ വലിപ്പത്തിലാണ് ഇത് കാണപ്പെട്ടത്. പിന്നെ ഇതാ പർവ്വതം പോലെ വലിയ ശരീരത്തോടു കൂടിയായി തീർന്നിരിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആയിരിക്കുമോ ഇത്? ബ്രഹ്മദേവൻ്റെ ചിന്താഗതി ശരിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഉച്ചത്തിൽ ഗർജിക്കുകയാണ് ചെയ്യുന്നത്. ജഗർ ജാഗേന്ദ്ര സന്നിഭ എന്ന് 23-ാം ശ്ലോകത്തിൽ പറയുന്നു. ഇത് ചിന്തിക്കുന്നത് അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോമേ ഖേതയൻ മന. എൻ്റെ മനസ്സ് സങ്കടപ്പെട്ട് കണ്ടിരിക്കുന്നത് കണ്ടിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതിനും എൻ്റെ ദുഃഖത്തിന് പരിഹാരം കാണുന്നതിനും വേണ്ടി വന്ന ഭഗവാൻ തന്നെ ആയിരിക്കുമോ ഇത് എന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാൻ ജഗർ ജാഗേന്ദ്ര സന്നിഭ ഉറക്കെ ഗർജിക്കുകയാണ് ചെയ്യുന്നത്. ജഗർജ ഉറക്കെ ഗർജിച്ചു എന്ന് പറയുന്നു. ദിക്കുകളിൽ മുഴുവൻ മാറ്റുലിക്കൊണ്ടതായ ആ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിനെയും ബ്രഹ്മപുത്രന്മാരായ ഋഷികളെയുമൊക്കെ സന്തോഷിപ്പിച്ചു. മായാസൂകരമൂർത്തിയുടെ ഗർജനം കേട്ട് ജനലോകം, തപോലോകം, സത്യലോകം എന്നീ 3 ലോകങ്ങളിലുമുള്ള മഹർഷിമാർ പരിപാവനങ്ങളായ വേദമന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ ഋഷികളുടെയൊക്കെ സ്തുതി കേട്ട് സന്തോഷിച്ചു. ദേവന്മാർക്ക് നന്മയുണ്ടാവുന്നതിന് വേണ്ടി ആ ജലത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. വാല് ഉയർത്തിപ്പിടിച്ചവനും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനും കഠിനമായ ശരീരത്തോടു കൂടിയവനും കഴുത്തിലെ രോമങ്ങളെയൊക്കെ കുടയുന്നവനും പരിപരുത്ത തൊലിയോടുകൂടിയവനും കുളമ്പുകൊണ്ട് മേഘങ്ങളെ പിളർക്കുന്നവനും വെളുത്ത തേറ്റയോടുകൂടിയവനും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവതരിച്ചവനുമായിട്ടുള്ള ആ വരാഹമൂർത്തി അതിതേജസ്വിയായിട്ട് ശോഭിച്ചു. വരാഹസ്വരൂപം സ്വീകരിച്ചവനും യജ്ഞസ്വരൂപിയുമായിട്ടുള്ള ഭഗവാൻ ഘ്രാണേന്ദ്രിയം കൊണ്ട് മണത്ത് ഭൂമി എവിടെയാണ് എന്ന് മനസ്സിലാക്കി. ഗന്ധം കൊണ്ട് ഭൂമിയുടെ സവിശേഷമായിട്ടുള്ള ഗുണമെന്നുള്ളത് ഗന്ധമാണ്. അങ്ങനെ മണം കൊണ്ട് ഭൂമി എവിടെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഉഗ്രദംഷ്ട്രയോട് കൂടിയിട്ടുള്ളവനാണെങ്കിൽ കൂടി ശീതള ദൃഷ്ടികളെ കൊണ്ട് മുനിമാരെ കടാക്ഷിക്കുന്നവനായി വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. വജ്രപർവ്വതം പോലെയുള്ള ശരീരത്തോടു കൂടിയിട്ടുള്ള ആ വരാഹ ഭഗവാൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ചിന്നിച്ചെതറിയതായ ജലരാശിയോടുകൂടിയ സമുദ്രം ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വരനായ ഭഗവാനെ രക്ഷിക്കണേ എന്ന് ദീനതയോടുകൂടി നിലവിളിച്ചു. യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മൂർച്ചയുള്ള കുളമ്പുകളെ കൊണ്ട് വെള്ളത്തെ പിളർന്ന് രസാതല ലോകത്തിലേക്ക് എത്തി. അവിടെ ഭൂമിയെ കണ്ട് പണ്ട് പ്രളയജലത്തിൽ ശയിക്കാൻ ആഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാൻ ജീവന്മാർക്ക് വാസസ്ഥാനമായ ഭൂമിയെ തൻ്റെ ഉള്ളിൽ ധരിച്ചിരുന്നു. താഴ്ന്നുപോയ ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ട് രസാതല ലോകത്തിൽ നിന്ന് മേലോട്ട് ഉയർന്നു വന്നതായിട്ടുള്ള ഭഗവാൻ ആ ഭൂഗോളത്തെ ധരിച്ചുകൊണ്ട് അത്യധികം ശോഭിക്കുകയാണ് ചെയ്യുന്നത്.
അവിടെ വെച്ച് ഹിരണ്യാക്ഷൻ ഗദയും ധരിച്ച് ഭഗവാനോട് യുദ്ധത്തിന് വന്നു. പരാക്രമശാലിയായിട്ടുള്ള അസുരനെ സിംഹം ആനയെ എന്നതുപോലെ ഭഗവാൻ കാതിന് താഴെ അടിച്ചു കൊന്നു. അസുരൻ്റെ രക്തം പുരണ്ട കവിൾത്തടങ്ങളോടു കൂടിയവനും ചെമ്മണ്ണ് കുത്തിയിടിച്ച് നിൽക്കുന്ന ആനയെപ്പോലെ പരാക്രമത്തോടു കൂടിയവനും വെളുത്ത തേറ്റയുടെ അറ്റം കൊണ്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനും പച്ചിലമരം പോലെ നീലനിറത്തോടു കൂടിയവനുമായിട്ടുള്ള ഭഗവാനെ ഋഷികൾ കൈകൾ കൂപ്പിക്കൊണ്ട് സ്തുതിച്ചു. ഋഷികൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമ യദ്രോമകർത്തേഷു നിലില്ലിരധ്വര തസ്മൈ നമ കാരണസൂകരായത്തെ. 34 ശ്ലോകം മുതൽ ഋഷിമാര് വരാഹമൂർത്തിയെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ആർക്കും ജയിക്കാൻ കഴിയാത്തവനും യജ്ഞസ്വരൂപനുമായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ജയിക്കട്ടെ, അങ്ങേക്ക് ജയമുണ്ടാകട്ടെ. സർവാത്മന അങ്ങ് ജയിച്ചിരിക്കുന്നു. വേദസ്വരൂപമായ ശരീരത്തെ കുടയുന്ന അങ്ങേക്ക് നമസ്കാരം. അവിടുത്തെ രോമകൂപങ്ങളിൽ യജ്ഞങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ളവനും ഒരു പ്രത്യേക കാരണത്താൽ ഇപ്പോൾ വരാഹസ്വരൂപം സ്വീകരിച്ച് അവതരിച്ചവനുമായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രത്യേക കാര്യം കൊണ്ടാണല്ലോ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. ആ കാര്യത്തിന് വേണ്ടി അവതരിച്ചവനുമായിട്ടുള്ള അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. പാപികൾക്കൊരിക്കലും കാണാൻ കഴിയാത്തതാണ് അവിടുത്തെ ഈ യജ്ഞസ്വരൂപം. രൂപം തവൈതൈന്നനു ദുഷ്കൃതാത്മന ദുർദർശനം ദേവ യദധ്വരാത്മകം. യജ്ഞസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ഈ സ്വരൂപം ദുഷ്ടന്മാർക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തതാണ്. വേദങ്ങളെയാണ് അവിടുത്തെ തൊലിയിൽ ഞങ്ങൾ കാണുന്നത്. രോമങ്ങളിൽ ദർഭപ്പുല്ലുകളെയും കണ്ണുകളിൽ ഹോമദ്രവ്യമായ നെയ്യിനെയും 4 കാലുകളിൽ ഹോതാവ്, ഉദ്ഗാതാവ്, അധ്വർയു, ബ്രഹ്മൻ എന്നിവരാൽ നടത്തപ്പെടുന്ന അഗ്നിഹോത്രത്തെയും ഞങ്ങൾ കാണുന്നു. ഭഗവാനെ, അവിടുത്തെ ചുണ്ടിൽ ജുഹു എന്ന ഹോമപാത്രവും നാസാദ്വാരങ്ങളിൽ സ്രുവവും, അതായത് ഹോമത്തിന് നെയ്യെടുക്കുന്നതായ ആ നീളത്തിലുള്ള തവി, അത് സ്രുവവും, ഉദരത്തിൽ ഇട എന്ന പാത്രവും, കാതിൻ്റെ ദ്വാരങ്ങളിൽ സോമരസം പാനം ചെയ്യാനുള്ള പാത്രങ്ങളാകുന്ന ചമസങ്ങളും, മുഖത്ത് ബ്രഹ്മഭാഗപാത്രമായ പ്രാശിത്രവും, വായിൽ സോമരസമെടുക്കാനുള്ള പാത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ യജ്ഞവുമായി ബന്ധപ്പെട്ട് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് യജ്ഞവരാഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആ യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള വസ്തുക്കളെ ഋഷിമാർ കാണുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് യജ്ഞവരാഹമൂർത്തിയെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ പന്നി ചവച്ചുകൊണ്ടിരിക്കും, വരാഹം ചവയ്ക്കും. അപ്പോൾ പറയുന്നു, ഹേ ഭഗവാനെ, അങ്ങയുടെ ഈ ചവയ്ക്കൽ അഗ്നിഹോത്രം എന്നുള്ളതായ കർമ്മമാണ്. യജ്ഞമൂർത്തിയായ അങ്ങയുടെ അവതാരം ദീക്ഷണീയം എന്ന ഇഷ്ടിയും കഴുത്ത് ജ്യോതിഷ്ഠോമത്തിൻ്റെ അംഗമായ 3 ഇഷ്ടികളുമാണ്. സോമയാഗത്തിൻ്റെ പ്രാരംഭത്തിലുള്ള ഇഷ്ടിയും സമാപന ഇഷ്ടിയുമാണ് അങ്ങയുടെ ദംഷ്ട്രകൾ. സോമയാഗം തുടങ്ങുന്ന സമയത്ത് ഒരു ഇഷ്ടി നടത്തും, അതുപോലെ തന്നെ അവസാനിക്കുമ്പോൾ ഒരു ഇഷ്ടിയുണ്ട്. അത് 2 ദംഷ്ട്രകളാണ്. അങ്ങയുടെ നാവ് പ്രവർഗ്യം എന്നുള്ള മഹാവീരകർമ്മവുമാകുന്നു. അങ്ങയുടെ ശിരസ് ഹോമമില്ലാത്ത അഗ്നിയും ഔപാസന അഗ്നിയുമാണ്. അവിടുത്തെ പ്രാണശക്തികൾ ഇഷ്ടികാചയനങ്ങളുമാണ്. ഭഗവാന്റെ രേതസ് സോമരസമാണ്. പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നീ 3 സമയങ്ങളിൽ അനുഷ്ഠിക്കുന്നതായ സവനങ്ങൾ, പ്രാതസവനം, മാധ്യന്തിന സവനം, അതുപോലെ സായം സവനം, ഇങ്ങനെ 3 സവനങ്ങൾ. ബാല്യം, കൗമാരം, യൗവനം എന്നീ 3 അവസ്ഥകളാണ് അവ. അതായത് സോമലത ഇടിച്ചു പിഴിയുന്ന ക്രിയയാണ് സവനം എന്ന് പറയുന്നത്. രാവിലെ പ്രാതസവനം, ഉച്ചയ്ക്ക് മാധ്യന്തിന സവനം, തൃതീയ സവനം, ഇങ്ങനെ സവനങ്ങൾ 3 തരത്തിലാണുള്ളത്. അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉഗ്ധം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം ഇവയാണ് ശരീരത്തിലെ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ധാതുക്കൾ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളാവും. കാരണം ഇതൊക്കെ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ അതിരാത്രം തുടങ്ങിയിട്ടൊക്കെ സോമയാഗം, അതിരാത്രം തുടങ്ങിയിട്ട് യജ്ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ.
അഗ്നിഷ്ടോമം ഉണ്ട്, അത്യഗ്നിഷ്ടോമം, ഉക്തം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം, ഇതൊക്കെ യജ്ഞങ്ങളാണ്. ഇതൊക്കെ ശരീരത്തിലെ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഈ ധാതുക്കളാണ്. എല്ലാ സത്രങ്ങളും അങ്ങയുടെ ശരീരസന്ധികളാണ്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന കർമ്മം മുതൽ 1000 സംവത്സരങ്ങൾ കൊണ്ട് അവസാനിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളാണ് സത്രങ്ങൾ എന്ന് പറയുന്നത്. അത് എത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാവാം. യജ്ഞങ്ങളും ക്രതുക്കളും അങ്ങ് തന്നെയാണ്. ഈ സോമരസത്തോടു കൂടിയ കർമ്മത്തിനെയാണ് ക്രതു എന്ന് പറയുന്നത്. സോമരസം ഉപയോഗിക്കാതെ നടക്കുന്ന കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ മന്ത്രങ്ങളോടും ദേവതകളോടും ഹോമദ്രവ്യങ്ങളോടും എല്ലാവിധ യജനങ്ങളോടും കൂടിയവനും കർമ്മസ്വരൂപനായി വർത്തിക്കുന്നവനുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. വീണ്ടും വീണ്ടും നമസ്കാരം. വൈരാഗ്യത്താൽ ലഭിക്കപ്പെട്ട ഭക്തിയോഗം കൊണ്ടുണ്ടാകുന്ന മനോജയം കൊണ്ട് അനുഭവസ്വരൂപമായി തീരുന്ന ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ജ്ഞാനോപദേഷ്ടാവുമായിരിക്കുന്ന ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഭൂമിയെ ഉയർത്തിയവനായിട്ടുള്ള ഹേ ഭഗവാനെ, അങ്ങയാൽ ധരിക്കപ്പെട്ടതും പർവ്വതങ്ങളോട് കൂടിയതുമായ ഭൂമി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആനയുടെ കൊമ്പിലെ താമരപ്പൂ പോലെയാണ് ശോഭിക്കുന്നത്. അതായത് ഒരു ആനയുടെ കൊമ്പിനിടയിൽ ഒരു താമരപ്പൂവ് എത്ര നിസ്സാരമായിട്ടാണോ ഇരിക്കുന്നത്, ആ ആന എത്ര അനായാസമാണ് ഒരു താമരപ്പൂവ് അതിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ വെച്ച് വരുന്നത്, അത്രയും അനായാസമായിട്ടായിരുന്നു ഈ ഭൂമിയെ വരാഹമൂർത്തി ഉയർത്തിക്കൊണ്ടുവന്നത്. അത്രയും വലിയതായിരുന്നു ആ ഭഗവാന്റെ ശരീരം. ഭൂമി ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അത്രയും നിസ്സാരമായിട്ടാണ് തോന്നിയത് എന്ന് പറയുന്നു. വേദസ്വരൂപവും വരാഹ ആകാരവുമായ അങ്ങയുടെ ഈ സ്വരൂപം തേറ്റമേലിരിക്കുന്ന ഭൂമിയാൽ മേഘത്താൽ പർവ്വതമെന്നതുപോലെ ശോഭിക്കുന്നു. ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു മേഘം വന്നിരുന്നു കഴിഞ്ഞാൽ അത് പർവ്വതത്തിനൊരു അലങ്കാരമായിട്ടാണ് ഇരിക്കുക. അതുപോലെ ഇത്രയും വലിയതായിട്ടുള്ള അങ്ങയുടെ ശരീരത്തിൽ തേറ്റയുടെ മുകളിൽ ഈ ഭൂഗോളം ഇരിക്കുന്നത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ മേഘം ഇരിക്കുന്നത് പോലെ മനോഹരമായിട്ടാണ്. അങ്ങേക്കിതൊരു അലങ്കാരമായിട്ടാണ്, അല്ലാതെ ഭാരമായിട്ടല്ല ഇരിക്കുന്നത്. ചരാചരങ്ങളായ എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനവും ലോകമാതാവും അവിടുത്തെ പത്നിയുമാണല്ലോ ഭൂമിദേവി. ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കണേ ഭഗവാനെ. അരണിയിൽ അഗ്നിയെ എന്നതുപോലെ നിന്തിരുവടി ഭൂമിയിൽ സ്വന്തം തേജസ്സിനെ പ്രവേശിപ്പിച്ചുവല്ലോ. ഞങ്ങൾ ഭാവിയിൽ ലോകപിതാവായ അങ്ങയെയും ലോകമാതാവായ ഭൂമിയെയും ഒന്നിച്ച് നമസ്കരിച്ച് ആരാധിച്ചോളാം. ഹേ മഹാപ്രഭു, രസാതലം വരെ താഴ്ന്നുപോയതായിട്ടുള്ള ഭൂമിയെ ഉയർത്തുകൊണ്ടുവരാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്നാൽ എല്ലാവിധ വിസ്മയങ്ങളുടെയും ഉറവിടമായിട്ടുള്ള നിന്തിരുവടിയിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരലാകുന്ന ഈ കർമ്മം വിസ്മയകരമൊന്നുമല്ല. കാരണം വേദസ്വരൂപമായ ഈ ശരീരത്തെ അവിടുന്ന് കുടയുമ്പോൾ ജനലോകം, തപോലോകം, സത്യലോകം എന്നീ 3 ലോകങ്ങളിൽ താമസിക്കുന്ന മഹർഷിമാരായ ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളേറ്റ് ശുദ്ധരായി തീർന്നിരിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ലീലകളോടുകൂടിയവനാണ് അവിടുന്ന്. അപ്രകാരമുള്ള അങ്ങയുടെ കർമ്മങ്ങളെ ആർക്കാണ് മുഴുവൻ വർണ്ണിച്ചു തീർക്കാൻ കഴിയുക? അവിടുത്തെ യോഗമായിലെ സത്വാദി ഗുണങ്ങളാൽ പ്രപഞ്ചത്തിലെ എല്ലാവരും മയങ്ങിയവരാണ്. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് മംഗളം നൽകി അനുഗ്രഹിക്കാൻ കനിവുണ്ടാകണേ. വേദജ്ഞരായ മഹർഷിമാരെ ഇങ്ങനെയൊക്കെ സ്തുതിച്ചത് കേട്ട് ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായിട്ടുള്ള ഭഗവാൻ ഭൂമിയെ ജലത്തിന് മുകളിൽ ഉറപ്പിച്ചു നിർത്തി. സർവ്വദിക്കുകളിലും വ്യാപിച്ചതായ ആജ്ഞാശക്തിയോടു കൂടിയവനും പരിപാലകനുമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി രസാതല ലോകത്തിൽ നിന്ന് ഭൂമിയെ ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജലത്തിന് മീതെ സ്ഥാപിച്ചതിന് ശേഷം അന്തർധാനം ചെയ്തു. സംസാരതാപത്തെ നിശേഷം നശിപ്പിക്കുന്നവനും അവശ്യം ഏവരും കീർത്തിക്കേണ്ടതായ ലീലകളോടുകൂടിയവനുമായിട്ടുള്ള ഭഗവാന്റെ ഈ വരാഹ അവതാര ലീലയെ ഭക്തിയോടെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ അതിവേഗത്തിൽ തെളിഞ്ഞു പ്രകാശിക്കും. എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്നവനായ ആ മഹാപ്രഭു സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ദുർലഭമായിട്ടുള്ളത്? എന്നാൽ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുന്നവൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട്
അവിടുന്ന് അവന് പരമഗതിയായിട്ടുള്ള മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ പുരുഷാർത്ഥങ്ങളുടെയൊക്കെ സാരത്തെ അറിയുന്ന ഏതൊരാളാണ് സംസാരതാപത്തെ നിശേഷം നശിപ്പിക്കുന്നതായ ഭഗവത് കഥാമൃതം കേട്ടാൽ മതിയായി എന്ന് വിചാരിക്കുക. മൃഗപ്രായന്മാരൊഴികെ മറ്റാർക്കും ഭഗവത് കഥകളിൽ മടുപ്പ് തോന്നില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ഈ വരാഹ അവതാര ലീല ഉപസംഹരിക്കുന്നത്. കോ നാമലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത വിനാനരേതരം. അതാണ് നേരത്തെ പറഞ്ഞത്. സംസാര താപത്തെ സമ്പൂർണമായും ഇല്ലാതെയാക്കുന്ന ഭഗവത് കഥകൾ കേട്ടുകഴിഞ്ഞാൽ മൃഗപ്രായന്മാരൊഴികെ മറ്റാരാണ് അത് മതിയായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേട്ട് മടുത്തു എന്ന് വിചാരിക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വരാഹാവതാരം കഥ പറഞ്ഞ് സമാപിക്കുന്നത് 13-ാമത്തെ അധ്യായത്തിൽ. 14-ാമത്തെ അധ്യായത്തിൽ ദിതികശ്യപ സംവാദത്തെയാണ് പറയുന്നത്. അതായത് ദിതിയും കശ്യപ മഹർഷിയും തമ്മിലുള്ള സംവാദവും ദിതി ഗർഭം ധരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ മൈത്രേയ മഹർഷി ഇങ്ങനെ വർണ്ണിച്ച് കേൾപ്പിച്ചതായിട്ടുള്ള വരാഹ അവതാര കഥയെ കേട്ടതായിട്ടുള്ള വിതുരൻ തൊഴുകയോടുകൂടി ചോദിച്ചു, ഈ ഭൂമിയെ ഉദ്ധരിക്കുമ്പോൾ വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നു എന്നിപ്പോൾ അങ്ങ് പറഞ്ഞു. എന്ത് കാരണം കൊണ്ടാണ് ഹിരണ്യാക്ഷൻ ഭഗവാനോട് യുദ്ധത്തിന് ചെന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിന് മൈത്രേയ മഹർഷി മറുപടി പറയാൻ തുടങ്ങി. വിതുര, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. കാരണം മനുഷ്യരുടെ മരണപാശബന്ധത്തെ ഛേദിക്കുന്ന ശ്രീഹരിയുടെ ലീലകളാണല്ലോ അങ്ങ് ചോദിക്കുന്നത്. ഉത്താനപാദൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവൻ നാരദ മഹർഷി ഉപദേശിച്ച ഭഗവത് കഥകളുടെ പ്രഭാവത്താൽ വെറും ബാലനായിട്ടുകൂടി മൃത്യുവിനെ അതിക്രമിച്ച് ഭഗവത് പദത്തെ പ്രാപിച്ചില്ലേ? ദേവന്മാർ ചോദിച്ചതിന് മറുപടിയായി ബ്രഹ്മദേവൻ അവർക്ക് വർണ്ണിച്ചു കൊടുത്തതായിട്ടുള്ള ആ ഇതിഹാസത്തെ ഞാൻ അങ്ങേക്ക് മറുപടിയായി പറഞ്ഞു തരാം എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ്. എന്നിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുന്നു. ദക്ഷപ്രജാപതിയുടെ പുത്രിമാരിൽ 13 പേരായിരുന്നു കശ്യപ പ്രജാപതിയുടെ പത്നിമാർ. അതിഥി, ദിതി, ധനു, കാഷ്ഠ തുടങ്ങിയിട്ട് 13 പേരുണ്ട്. അതിലൊരാളാണ് ദിതി. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഈ കശ്യപനെ സമീപിച്ചുകൊണ്ട് ദിതി പറഞ്ഞു. കാരണം ആ സമയത്ത് അദ്ദേഹം സന്ധ്യാവന്ദനമൊക്കെ ചെയ്യായിരുന്നു അഗ്നിശാലയിലിരുന്നിട്ട്. ആ സമയത്താണ് ദിതി പറയണത്, എൻ്റെ സഹോദരിമാർ 12 പേർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മാത്രം പുത്രന്മാരില്ല. സന്തതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ദുഃഖിതയാണ്. ഭർത്താവിൽ നിന്ന് അഭീഷ്ടം സാധിച്ച സ്ത്രീകളുടെ കീർത്തി ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. അങ്ങയിൽ നിന്നും യോഗ്യനായ ഒരു പുത്രനുണ്ടാവുക എന്നത് എനിക്ക് അഭിമാനകരമാണ്. ഞങ്ങളുടെ അച്ഛന് പുത്രിമാരായ ഞങ്ങളിൽ വളരെ വാത്സല്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെ വരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അച്ഛൻ ഞങ്ങളോട് ചോദിച്ച സമയത്ത് ഞങ്ങൾ 13 പേരും അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളിൽ ആകൃഷ്ടകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛൻ ഞങ്ങളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ സന്തതിയെ ആഗ്രഹിക്കുന്ന എൻ്റെ അഭീഷ്ടം അങ്ങ് സാധിപ്പിച്ചു തരണം. കാരണം അങ്ങയോട് വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരിക എന്നുള്ളത് അങ്ങയുടെ കടമയാണ് എന്നുള്ള രീതിയിലാണ് ദിതി പറയുന്നത്. മഹാത്മാക്കളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദുഃഖിതരുടെ ആഗ്രഹം എന്നുള്ളത് ഒരിക്കലും പാഴായി തീരാറില്ല എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ദിതി. ആർത്തോപസർപ്പണം ഭൂമൻ അമോഘം ഹി മഹീയസി. മഹാത്മാക്കളുടെ അടുത്ത് ചെന്നതായിട്ടുള്ള ദുഃഖിതരുടെ ആ ദുഃഖത്തിന് പരിഹാരം എന്താണെങ്കിലും ഉണ്ടാവാറുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ദുഃഖത്തിനും അങ്ങ് പരിഹാരം ചെയ്തു തരണം എന്നാണ് ദിതിയുടെ ആവശ്യം. ഇങ്ങനെ കാമാതുരയും ദുഃഖിതയുമായി സംസാരിക്കുന്നവളായ ദിതിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് കശ്യപ മഹർഷി പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന അഭീഷ്ടത്തെ ഞാൻ നിശ്ചയമായിട്ടും സാധിപ്പിച്ചു തരാം.
കാരണം ധർമാർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നത് ഭാര്യയിലൂടെയാണ്. ധർമ്മമാണെങ്കിലും അർത്ഥമാണെങ്കിലും കാമമാണെങ്കിലും ഈ 3 പുരുഷാർത്ഥങ്ങളും ഒരു പുരുഷൻ നേടിയെടുക്കുന്നത് ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള ഭാര്യയുടെ ആഗ്രഹം ഏതൊരു പുരുഷനാണ് സാധിപ്പിക്കാതിരിക്കുക? തീർച്ചയായിട്ടും ഭാര്യയുടെ ആഗ്രഹം പുരുഷന്മാർ സാധിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പത്നിയോടു കൂടിയവൻ ധർമാചരണം കൊണ്ട് കപ്പലിൽ കയറിയവൻ സമുദ്രത്തെ എന്നതുപോലെ ദുഃഖസാഗരത്തെ നിഷ്പ്രയാസം കടക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മഹത്വത്തെ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ സമുദ്രത്തിൽ ഒരു നല്ല കപ്പൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സമുദ്രം അനായാസം തരണം ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് നല്ലൊരു പത്നി തനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ പത്നിയോട് കൂടിയിട്ട് ഗൃഹസ്ഥൻ തൻ്റെ ധർമാചരണം കൃത്യമായി ചെയ്ത് ഈ സംസാരത്തിലെ ദുഃഖത്തെ നിഷ്പ്രയാസം കടക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സംസാരമാകുന്ന ദുഃഖസാഗരത്തെ നിഷ്പ്രയാസം കടക്കും. ശ്രേയസ്സിനായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശരീരത്തിൽ പകുതിയാണ് ഭാര്യ. ശ്രേയസ്സിന് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അർദ്ധാംഗിനി, അതുകൊണ്ടാണ് അർദ്ധാംഗിനി എന്ന് പറയുന്നത്, തൻ്റെ പകുതി പത്നിയാണ്. കാരണം പത്നിയെ കൂടാതെ പുരുഷന് ഗൃഹസ്ഥന് ഒരിക്കലും കർമ്മം ചെയ്യാൻ, വൈദിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അർദ്ധാംഗിനി എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ പകുതിയാണ് ഭാര്യ. ഗൃഹസ്ഥൻ തൻ്റെ ധർമാചരണമാകുന്ന ഭാരത്തെ പത്നിയെ ഏൽപ്പിച്ചിട്ടാണ് തീർത്ഥയാത്ര മുതലായിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്ക് പോകുന്നത്. നിത്യകർമ്മങ്ങളുണ്ട്. ദിവസവും വീട്ടിൽ വിളക്ക് വയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പോലെയുള്ള നിത്യകർമ്മങ്ങൾ സാധാരണ പുരുഷനാണ് ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം എവിടെയെങ്കിലും തീർത്ഥയാത്രയ്ക്കോ മറ്റു പോകുന്ന സമയത്ത് അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ പത്നിയാണ് അത് പൂർത്തിയാക്കുന്നത്. ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 3 ആശ്രമങ്ങളിൽപ്പെട്ടവർക്കും ജയിക്കാൻ വളരെ പ്രയാസമുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ, കോട്ടയിൽ താമസിക്കുന്നവൻ ശത്രുക്കളെ എന്നതുപോലെ ഗൃഹസ്ഥരായ ഞങ്ങൾക്ക് നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്നത് ഭാര്യയെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെയുള്ളവളും ഗൃഹത്തിൻ്റെ ഐശ്വര്യ ദേവതയുമായിട്ടുള്ള നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് സന്തതിക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ ആഗ്രഹം ഞാൻ തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരും. ഒരു 2 നാഴിക സമയം ക്ഷമിക്കൂ. കാരണം ഞാൻ ഈ സന്ധ്യാവന്ദനാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാത്രിയാവട്ടെ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറയുന്നു. മാത്രമല്ല, രൗദ്രമൂർത്തികളുടെ അതിഭയങ്കര സമയമാണ് സന്ധ്യ. ലോകപാലനായ ശ്രീ പരമേശ്വരൻ സന്ധ്യാസമയത്ത് വൃഷഭവാഹനത്തിലേറി തൻ്റെ പരിവാരങ്ങളായ ഭൂതഗണങ്ങളാൽ സേവിതനായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് ഒരിക്കലും അകൃത്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ സന്ധ്യാസമയത്ത് എന്തെങ്കിലും അകൃത്യങ്ങൾ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, സന്ധ്യയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അവ ചെയ്യുന്നത് പരമശിവനെ അപമാനിക്കലാണ്. ശ്മശാനത്തിലെ പൊടി തട്ടി തവിട്ട് നിറം കലർന്നതായിട്ടുള്ള ജടാമണ്ഡലത്തോടും ഭസ്മം ധരിച്ച ശരീരത്തോടും കൂടിയ രുദ്രദേവൻ 3 കണ്ണുകളിലൂടെ ധർമാധർമ്മങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന സമയമാണ് സന്ധ്യ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് നിർബന്ധമായിട്ടും ഭസ്മം ധരിച്ച് നാമം ജപിക്കണം എന്ന് പറയുന്നത്. കൊണ്ടാണ് ആ മഹാദേവൻ സഞ്ചരിക്കുന്ന സമയത്ത് ഈശ്വരനാമം ജപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മഹാദേവൻ അനുഗ്രഹിച്ചു പോകും. അല്ല, സന്ധ്യാസമയത്ത് മറ്റെന്തെങ്കിലും വൈഷയികങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ശപിച്ചിട്ട് പോവും എന്നുള്ളതാണ്. അപ്പോൾ ഏതാണെങ്കിലും അതുകൊണ്ട് സന്ധ്യാസമയത്ത് മഹാദേവൻ സഞ്ചരിക്കുന്ന സമയമാണ്. ഭഗവാൻ മഹാദേവൻ്റെ ദൃഷ്ടിയിൽ സ്വന്തക്കാരനെന്നോ അന്യനെന്നോ ആദരിക്കപ്പെടേണ്ടവനെന്നോ തിരസ്കരിക്കപ്പെടേണ്ടവൻ എന്നോ ഉള്ള യാതൊരു ഭേദവും ഇല്ല. ഭഗവാൻ നിസ്സാരമായി കരുതി ഉപേക്ഷിച്ച വസ്തുക്കളെയാണ് നമ്മൾ വ്രതനിഷ്ഠയിലൂടെ വരങ്ങളായി സമ്പാദിക്കുന്നത്. അജ്ഞാനമാകുന്ന ആവരണത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രീ പരമേശ്വരൻ്റെ നിർദോഷമായിട്ടുള്ള ആചരണത്തെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സജ്ജനങ്ങൾക്ക് ആശ്രയീഭൂതനായ ഭഗവാൻ തനിക്ക് തുല്യനായിട്ടുള്ളോ തന്നേക്കാൾ ശ്രേഷ്ഠനായോ ആരുമില്ലെങ്കിലും വെറും പിശാചുക്കളുടെ ജീവിതചര്യ അവലംബിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ താല്പര്യം പ്രാകൃതരായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ കഴിയില്ല, സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല എന്നർത്ഥം.
ശ്രീ പരമേശ്വരൻ്റെ ചുടലയിലെ നൃത്തം, ഭസ്മലേപനം, അസ്ഥിമാല, വിഭൂഷണം മുതലായതിനെ നിന്ദിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ്. മരിച്ചു കഴിഞ്ഞാൽ വെറും നായ്ക്കളുടെ ആഹാരമായി തീരുന്നതാണ് ഈ ശരീരം. അതിനെ ആത്മാവായി തെറ്റിദ്ധരിച്ച് വസ്ത്ര ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നത് മൂഢതയല്ലേ? അതാണ് ശിവൻ സ്വന്തം ആചരണത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ബ്രഹ്മാദി ശ്രേഷ്ഠന്മാർ പോലും പരമശിവൻ നിശ്ചയിച്ചതായിട്ടുള്ള ധർമ്മമര്യാദകളെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാണ് അവിടുന്ന്. ലോകത്തെ മുഴുവൻ മയക്കുന്ന മായ ഭഗവാൻ ശിവൻ്റെ ആജ്ഞാനുവർത്തിയാണ്. അപ്രകാരം മഹിമാശാലിയായിട്ടുള്ള ശ്രീ പരമേശ്വരൻ്റെ പിശാചുക്കളെ പോലെയുള്ള ജീവിതം വെറും അഭിനയവും അത്ഭുതകരവുമാണ്. സന്ധ്യാസമയം ഭഗവാനെ ഭജിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് സന്ധ്യ കഴിയുന്നതുവരെ കാത്തിരിക്കൂ എന്നിങ്ങനെ കശ്യപ പ്രജാപതി ദിതിയോട് പറയണം. ഇപ്പോൾ കശ്യപ പ്രജാപതി പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും തീവ്രമായിട്ടുള്ള കാമവികാരത്തിന് അടിമപ്പെട്ടതായിട്ടുള്ള ദിതി അത് ശ്രദ്ധിച്ചില്ല. നിർലജ്ജയായിട്ട് കശ്യപൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. നിഷിദ്ധ കർമ്മത്തിന് വേണ്ടിയുള്ള ദിതിയുടെ നിർബന്ധത്തെ മനസ്സിലാക്കിയിട്ടുള്ള കശ്യപൻ, അതായത് സന്ധ്യാസമയത്ത് പുത്രോൽപാദനം എന്നുള്ളതായിട്ടുള്ള കർമ്മം സന്ധ്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ സന്ധ്യാസമയത്ത് നിഷേധിക്കപ്പെട്ടതായിട്ടുള്ള കർമ്മത്തിലുള്ള നിധിയുടെ നിർബന്ധത്തെ മനസ്സിലാക്കിയിട്ടുള്ള കശ്യപൻ വിധി നിയോഗത്തിന് മുമ്പിൽ തലകുനിച്ചു. ഈശ്വര നിശ്ചയം അതായിരിക്കാം എന്ന് കരുതി. അങ്ങനെ അദ്ദേഹം ഏകാന്തത്തിൽ ദിതിയെ പ്രാപിച്ചു. അതിനുശേഷം സ്നാനം ചെയ്ത് പ്രാണായാമം അനുഷ്ഠിച്ച് അദ്ദേഹം രജോ ഗുണത്തിൻ്റെ കണിക പോലുമില്ലാത്ത ജ്യോതിസിനെ ധ്യാനിച്ച് പ്രണവമന്ത്രം ജപിച്ചു. ദിതിയുടെ പ്രേരണ കൊണ്ടാണെങ്കിലും താൻ തെറ്റ് ചെയ്തുവല്ലോ സന്ധ്യാസമയത്ത്. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞതോടു കൂടിയിട്ട് ദിതിക്ക് വലിയ കുറ്റബോധം തോന്നി. താൻ ചെയ്ത നിഷിദ്ധ കർമ്മത്താൽ ലജ്ജിതയായിട്ട് ദിതി കശ്യപ പ്രജാപതിയെ സമീപിച്ച് തല താഴ്ത്തി നിന്നു. ദുഃഖിതയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ഭൂതപതിയായ രുദ്രൻ എൻ്റെ ഗർഭത്തെ നശിപ്പിക്കാൻ ഇടവരാത്ത വിധം അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ശ്രീപരമേശ്വരനോട് അപരാധം ചെയ്തുപോയി. ദുഃഖത്തെ അകറ്റുന്നവനും ആർക്കും നേരിടാൻ കഴിയാത്ത ശക്തിയോടുകൂടിയവനും അഭീഷ്ടത്തെ സാധിപ്പിക്കുന്നവനും മംഗളസ്വരൂപിയും അപരാധികളെ ശിക്ഷിക്കുന്നവനും സംഹാരകർമ്മത്തിൽ ക്രോധസ്വരൂപനുമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. എൻ്റെ സഹോദരിയായിട്ടുള്ള സതിയുടെ ഭർത്താവും, കാരണം സതിയുടെയും ദിതിയുടെയൊക്കെ അച്ഛൻ ദക്ഷ പ്രജാപതിയാണ്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരിയായിട്ടുള്ള സതിയുടെ ഭർത്താവും വലിയ അനുഗ്രഹ ശക്തികളോടും കൂടിയവനായിട്ടുള്ള ഭഗവാൻ കാട്ടാളന്മാർക്ക് പോലും അനുകമ്പാർഹകളായിട്ടുള്ള സ്ത്രീകളുടെ ചാബല്യത്തെ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം ഗർഭത്തിലെ സ്ഥാനത്തിന് പരമശിവൻ്റെ സ്വന്തം ഗർഭത്തിലെ ആ സന്താനത്തിന് പരമശിവൻ്റെ കോപം ബാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ദിതിയോട് സന്ധ്യാവന്ദനം കഴിഞ്ഞു വന്നതായിട്ടുള്ള കശ്യപ പ്രജാപതി പറഞ്ഞു, മനസ്സിന് ശുദ്ധിയില്ലായ്മ, സന്ധ്യാസമയമായതുകൊണ്ടുള്ള ദോഷം, ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുക, രുദ്രദേവനെ അവഹേളിക്കുക, ഇവയുടെയൊക്കെ ഫലമായിട്ട് അമംഗളസ്വരൂപിണിയായിട്ടുള്ള നിനക്ക് മഹാദുഷ്ടന്മാരായിട്ടുള്ള 2 പുത്രന്മാരുണ്ടാവും. അവർ 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും ഒക്കെ വീണ്ടും വീണ്ടും കരയിപ്പിക്കുന്നവരായിത്തീരും. നിരപരാധികളായിട്ടുള്ള പാവങ്ങളെ അവർ കൊല്ലും, സ്ത്രീകളെ അപഹരിക്കും, മഹാത്മാക്കളെ കോപിപ്പിക്കും. അങ്ങനെ അവരുടെ ഉപദ്രവങ്ങളെ കൊണ്ട് സജ്ജനങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ലോകരക്ഷിതാവും ലോകനാഥനുമായിട്ടുള്ള വിഷ്ണു ഭഗവാൻ അവതരിച്ച് അവരെ കൊല്ലും. ഭഗവാന്റെ കൈകൊണ്ട് എൻ്റെ പുത്രന്മാർ മരിക്കുന്നത് അവർക്ക് ശ്രേയസ്കരമാണ്. ക്രുദ്ധരായ ബ്രാഹ്മണരുടെ ശാപം കൊണ്ട് മരിക്കാതിരുന്നാൽ മതി. ബ്രാഹ്മണ ശാപത്താൽ ദഹിച്ചവനും ജീവികൾക്ക് ഭയമുണ്ടാക്കുന്നവനും പിന്നീട് ഏത് ശരീരത്തെ പ്രാപിച്ചു കഴിഞ്ഞാലും ദുഃഖം മാത്രമാവും അനുഭവം. നരകവാസികളായിട്ടുള്ള മഹാപാപികൾ പോലും അവനെ വെറുക്കും എന്ന് ഇത് കേട്ടപ്പോൾ ദിതി പറയുകയാണ്. ദിതിയുടെ പശ്ചാത്താപത്തോടു കൂടിയതായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ കശ്യപന് അവളിൽ ലേശം അനുകമ്പ തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ സ്വന്തം തെറ്റിൽ പശ്ചാത്തപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. അതാണല്ലോ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുക, ദുഃഖിക്കുക. അങ്ങനെ ഉള്ളതായിട്ടുള്ള ദിതിയോട് പറയുന്നു, നീ സ്വന്തം തെറ്റിൽ പശ്ചാത്തപിച്ചു,
അതുപോലെ ദുഃഖിക്കുകയും ചെയ്തു. നിനക്ക് പരമേശ്വരനിലും ശ്രീഹരിയിലും ഭക്തിയുണ്ടായി. ശ്രീ പരമേശ്വരനെയും എന്നെയും ആദരിക്കുകയും ചെയ്തു. ഈ കാരണം കൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാം. 2 ദുഷ്ടന്മാർ നിന്റെ പുത്രന്മാരായി ജനിക്കും എന്ന് പറഞ്ഞുവല്ലോ. അതിൽ ഒരാളുടെ പുത്രനായിട്ട് സജ്ജന ആരാധ്യനായിരിക്കുന്ന ഒരു ബാലനുണ്ടാവും. ഭഗവാന്റെ കീർത്തിക്കൊപ്പം തന്നെ നിന്റെ ആ പൗത്രന്റെ കീർത്തിയും സജ്ജനങ്ങൾ പാടിപ്പുകഴ്ത്തും. ആ കുട്ടിയുടെ നിർവൈരത മുതലായിട്ടുള്ള ഗുണങ്ങളെ സമ്പാദിക്കുന്നതിന് വേണ്ടി സജ്ജനങ്ങൾ മനസ്സിനെ മതമത്സരാദി ദോഷങ്ങൾ അകറ്റി ശുദ്ധമാക്കി തീർക്കും. ഭഗവാൻ സന്തോഷിച്ചാൽ ഈ ലോകം മുഴുവൻ പ്രസാദിക്കും. അങ്ങനെയുള്ള സർവാത്മാവായ ഭഗവാൻ നിന്റെ പൗത്രന്റെ സമദർശനം കൊണ്ട് സന്തോഷിക്കും. ആ കുട്ടി പരമഭക്തനും മഹാമനസ്കനും പ്രഭാവശാലിയും മഹാന്മാരിൽ വെച്ച് മഹാനുമായി തീരും. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഭക്തിപ്രഭാവം കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിൽ ഭഗവാൻ ശ്രീനാരായണനെ പ്രതിഷ്ഠിച്ച് അവൻ ശരീരാഭിമാനത്തെ ഉപേക്ഷിക്കും. ഒന്നിലും തീരെ ആസക്തിയില്ലാത്തവനും നല്ല സ്വഭാവത്തോടു കൂടിയവനും ഗുണങ്ങളുടെയൊക്കെ വിളനിലവുമായി തീരും ആ ബാലൻ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കും, ദുഃഖിതരുടെ ദുഃഖത്തോടൊപ്പം ദുഃഖിക്കും. ആ കുട്ടിക്ക് ആരിലും ശത്രുഭാവം ഉണ്ടാവില്ല. ചന്ദ്രൻ വേനലിൻ്റെ ചൂടിനെ എന്നതുപോലെ ആ കുഞ്ഞ് ലോകത്തിൻ്റെ സന്താപത്തെ തീർക്കുന്നവനായി തീരും. ഭക്തന്മാർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്ക് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്നവനാണല്ലോ ഭഗവാൻ. ആ ഭഗവാനെ നിന്റെ പൗത്രൻ ശരീരത്തിൻ്റെ അകത്തും പുറത്തും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. പൗത്രൻ പരമഭക്തനായി തീരുമെന്നും പുത്രന്മാർ ഭഗവാന്റെ കൈകൊണ്ടാണ് മരിക്കുക എന്നും കേട്ട് ദിതി സന്തോഷിച്ചു. ഈ ദിതിയുടെ 2 പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതുപോലെ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കീർത്തിയോട് കൂടിയിട്ടുള്ള പൗത്രനാണ്, മകൻ്റെ മകനാണ് പ്രഹ്ലാദൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ 14-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ഈ കഥ, ഹിരണ്യാക്ഷൻ്റെ ഈ കഥ തുടരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയോ.